ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ക്രിസ്മസിന്റെ ഈവനിങ് ആട്ടോ. അപ്പോൾ ഈവനിങ് ഒരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ക്രിസ്മസ് ആഘോഷം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ കുട്ടിക്കാലത്ത് തൊട്ടാണെങ്കിലും വലിയ രീതിയിൽ നമ്മൾ ക്രിസ്മസ് ഒന്നും അങ്ങനെ ആഘോഷിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് അതിൻ്റെ ഓർമ്മകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എല്ലാ ആഘോഷങ്ങളിലും ആഘോഷിക്കാം. പക്ഷെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ വീട്ടുകാരാണല്ലോ എല്ലാവരും അങ്ങനെയുള്ള ഒരു രീതി അല്ലാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു വൈബ് ഒന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കുട്ടിക്കാലത്ത്. അപ്പൊ കുട്ടിക്കാലത്ത് എനിക്ക് അങ്ങനെ എൻ്റെ കൂടെ എൻ്റെ വൈബിന് പറ്റി ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലുള്ള ആഘോഷത്തിനൊക്കെ ഒരു രസം എന്ന് തോന്നിയിട്ടുണ്ട്. അപ്പൊ കുട്ടിക്കാലത്ത് ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ചെറുതായിട്ട് പുൽക്കൂട് ഉണ്ടാക്കും. ക്രിസ്മസ് ട്രീ എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല. ഒരു വീട്ടിലൊരു ചെടി ഉണ്ട്, അതിൽ നമ്മൾ ഇതുപോലെ ലൈറ്റിംഗ് ഒക്കെ ഇടും. ഇതും ക്രിസ്മസ് ട്രീ ഒന്നും അല്ല കേട്ടോ. പക്ഷെ ഞാൻ ഇതിനെ ക്രിസ്മസ് ട്രീ ആക്കി മാറ്റി ചുമ്മാ ലൈറ്റൊക്കെ ഇട്ടത്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ചേച്ചി കല്യാണം കഴിഞ്ഞ് പോയപ്പോ പിന്നെ അതും ഇല്ല, ഞാൻ ഒറ്റയ്ക്കായി. പിന്നെ അവിടെ അമ്മയൊക്കെ ആണെങ്കിൽ നീ വേണമെങ്കിൽ ചെയ്യുക, അങ്ങനെയുള്ള രീതിയൊക്കെ. അവിടെ ആരും അങ്ങനൊന്നും ചെയ്തില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമായി ചെയ്യാൻ. പിന്നെ ഞാൻ ഇതുപോലെ ക്രിസ്മസ് ഇവന്റിനോ അങ്ങനെ നൈറ്റ് അങ്ങനൊന്നും പോയിട്ടിരുന്നില്ല. നമ്മൾ വെളിയിൽ പോവാറേ ഇല്ല. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ കഴിഞ്ഞ വർഷമാണെങ്കിലും ക്രിസ്മസിന് അങ്ങനെ എവിടെയും പോയിട്ടൊന്നുമില്ല. മിക്ക ദിവസവും ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ, നല്ല ദിവസങ്ങളിലൊക്കെ ഡ്യൂട്ടി കാണും. പ്രത്യേകിച്ച് നൈറ്റ് ഡ്യൂട്ടിയാണ്. അതുകൊണ്ട് എവിടെയും പോവാറില്ല. അപ്പൊ ഈ വട്ടം നമ്മള് ഇന്നലെ ക്രിസ്മസ് ഡിസംബർ 24 ക്രിസ്മസിന്റെ തലേ ദിവസം നമ്മൾ കുറച്ച് സ്ഥലത്തൊക്കെ ക്രിസ്മസിന്റെ മെയിനായിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഒരുക്കങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി കുറച്ച് വൈബും ഒക്കെ കിട്ടിയിട്ടോ. കുറേ ആൾക്കാരും അതുപോലത്തെ അവിടുത്തെ ആഘോഷങ്ങളും ഒക്കെ നമ്മൾ കുറച്ച് കണ്ട്. കാരണം ഇന്ന് ഏട്ടന് പോകാൻ പറ്റത്തില്ല. ഇന്ന് ഏട്ടന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. ഏട്ടൻ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയി, അതുകൊണ്ട് ഇന്ന് പോകാൻ പറ്റത്തില്ല. ഇന്നാണെങ്കിൽ ഒന്നുകൂടെ രസമായിരുന്നു. എന്നാലും ഇന്നലെ ഞങ്ങൾ പള്ളിയിലൊക്കെ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ പള്ളിയിലോ അങ്ങനൊന്നും ഇതുപോലെ ഡിസംബർ ദിവസം ഒന്നും പോയിട്ടില്ല. ഡിസംബർ എന്നല്ല, ഇങ്ങനെ ക്രിസ്മസ് ദിവസം ഒന്നും പോയിട്ടില്ല. അപ്പൊ എനിക്ക് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് അവിടെ പോയില്ല. പക്ഷെ 2-3 ഈവെന്റ്സ് നടക്കുന്ന ക്രിസ്മസ് ഈവിന്റെ ഒരു വൈബിന് വേണ്ടി നമ്മൾ കുറെ അടുത്ത് പോയി, കുറെ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു, കുറെ ആൾക്കാരെ കണ്ടു. അങ്ങനെ പിന്നെ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്നലത്തെ ഒരു ദിവസം അങ്ങനെ കടന്നു പോയിട്ടോ. അപ്പൊ എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, കാരണം തൊട്ട് മുമ്പേ ഞാൻ ആ വീഡിയോ എന്തായാലും ഇടും. അപ്പൊ ഞാൻ ഇന്നത്തെ ദിവസം പറയുകയാണെങ്കിൽ, ഇന്ന് രാവിലെ ഞങ്ങളിപ്പോ ഫുഡ് കുറച്ച് അത്യാവശ്യം നമ്മൾ നോക്കിയിട്ടൊക്കെ എല്ലാ ഫുഡും ഒന്നും അങ്ങനെ കഴിക്കാം. എന്നാലും ഇപ്പൊ കുറച്ച് ദിവസം പുറത്തുനിന്നൊക്കെ കഴിച്ചു വന്നാലും മാക്സിമം നമ്മൾ ഇച്ചിരി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളതും ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ ഫൈബേഴ്സൊക്കെ അങ്ങനെ നോക്കിയാണ് ജിമ്മിന് പോകുന്നുണ്ട്. അപ്പൊ ജിമ്മിന് പോകുമ്പം ഫുഡ് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. വേണ്ട ഫുഡ് തന്നെ ഏട്ടൻ മധുരം കഴിക്കും, ചോറൊക്കെ നല്ല രീതിയിൽ കഴിക്കുക. അപ്പം അങ്ങനെ ഫുഡ് നോക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിന്റെ ഒരു റിസൾട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വിചാരിച്ചു രാവിലെ ആണെങ്കിലും ഇപ്പം ഏതൊരു ആഘോഷം ഉണ്ടെങ്കിലും ഒരു നേരം നമ്മളുടെ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാൽ മതി. ബാക്കി നേരം നമ്മൾക്ക് സാലഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ സാലഡും പിന്നെ മുട്ടയും ഏത്തക്ക പുഴുങ്ങിയതും നട്ട്സും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ചോറല്ലേ കഴിക്കുന്നത്. അപ്പം ഇപ്പം ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അപ്പവും ചിലർ ബീഫ് കഴിക്കും, അപ്പവും ചിക്കൻ കറി കഴിക്കും, അങ്ങനെ പലത്. അപ്പം ഞാൻ വെച്ച് ചിക്കൻ കറി ഇന്നലെ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് അപ്പവും ചിക്കൻ കറിയും, അങ്ങനെ ഉച്ചയ്ക്ക് അപ്പവും ചിക്കൻ കറിയും കഴിച്ചു. പിന്നെ വൈകിട്ട് ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയിട്ട് ഏട്ടന് സാലഡും പിന്നെ ഒരപ്പവും കുറച്ച് ചിക്കനും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ ആയിട്ട് ഏട്ടനെ കൊടുത്തു വിട്ടു കേട്ടോ. അപ്പം ഞാനും സാലഡ് ഇപ്പോൾ കഴിക്കുന്ന വൈകിട്ട്. അപ്പം നാളത്തേക്ക് ഞാൻ വെച്ച് കുറച്ച് മീൻകറിയൊക്കെ വെക്കാമെന്ന്. അപ്പം ഞാൻ വെച്ച് കുറേ നാളായി നമ്മൾ ഇങ്ങനെ സംസാരിച്ചിട്ടുള്ള ഒരു വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്, മറ്റേ വ്ളോഗ് എവിടെയെങ്കിലും പോകുന്ന വ്ളോഗോ അല്ലെങ്കിൽ കസിൻസിൻ്റെയും ഫ്രണ്ടിൻ്റെ ഒക്കെ കല്യാണ വ്ളോഗ് അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളൂ. കുറേ നാളായി എൻ്റെ ഡേ മൈ ലൈഫോ അല്ലെങ്കിൽ എൻ്റെ കുക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ ഇങ്ങനെ നേരിട്ട് സംസാരിച്ച് ഒരു ലോങ് വീഡിയോ എടുത്തിട്ട് ഷോർട്ടിലൊക്കെ ചെറുതായിട്ട് കാണിക്കും. അപ്പോൾ കുറേ നാളായിട്ട് എടുക്കാതിരിക്കുന്നതുകൊണ്ട് തന്നെ എന്താ പറയുക, ആ ഒരു ഫ്ലോ നിന്ന് സംസാരത്തിലല്ല, എനിക്ക് മടി തോന്നുന്നു ഇങ്ങനെ. അപ്പം ഇങ്ങനെ ലോങ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര ടാസ്ക്കാണ്. നമ്മളിങ്ങനെ ഇതുപോലെ ഒരുപാട് സംസാരിക്കണം, ഓരോന്നൊക്കെ നേരെ വെക്കണം, അങ്ങനെയൊക്കെ കുറേ ടാസ്ക് ഉണ്ടല്ലോ. അപ്പം എനിക്കങ്ങ് മടിയായി തുടങ്ങി നമ്മൾ എടുക്കാതെ കുറേ നാളായതുകൊണ്ട്. അപ്പം ഞാൻ വെച്ചാൽ ഇന്നോട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഇനിയും തന്നെ ഞാനിപ്പോൾ ഫുഡിൻ്റെ കാര്യം ഇച്ചിരി കൺട്രോളായിട്ട് ഓയിലൊക്കെ വളരെ കുറച്ചൊക്കെ ചെയ്യുമായതുകൊണ്ട് ഓയിൽ ഉപയോഗിക്കുക എല്ലാം ഞാൻ കുറച്ചൊക്കെ ഉപയോഗിക്കും. ഒന്നും ഉപയോഗിക്കാതെ ഞാൻ അങ്ങനെ നിർത്തിയിട്ടില്ല. പക്ഷെ ലാവിഷായിട്ട് അങ്ങനെ നമ്മൾ ഓവറായിട്ട് ഫ്രൈഡ് ആയിട്ടുള്ളതും അങ്ങനെയൊക്കെ ഉണ്ടാക്കത്തില്ല. അപ്പം ഞാൻ എന്തൊക്കെ ഉണ്ടാക്കുന്നത് അതൊക്കെ കാണിക്കാം. വെറൈറ്റി ആയിട്ടൊക്കെ പല കാര്യങ്ങളും ഉണ്ടാക്കണം എന്നൊക്കെ മനസ്സിൽ തോന്നും. പക്ഷെ അതൊക്കെ
അൺഹെൽത്തി ആണ് ആക്ച്വലി, ഫ്രൈ ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇനി എന്താ ഉണ്ടാക്കുക അതൊക്കെ തന്നെ ആയിരിക്കും വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇന്ന് എന്താ ഇപ്പം ആവോലി, വെള്ള ആവോലി ഉണ്ടല്ലോ, അതാണ് നമ്മൾ മേടിച്ചത്. ഇന്നലെ മിനിഞ്ഞാന്ന് മേടിച്ച് ഫ്രീസറിൽ കയറ്റിയത്. ഇപ്പം ഞാൻ എല്ലാം തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നെങ്കിലും കറി വെക്കണം. പിന്നെ കൊഞ്ചിരിപ്പുണ്ട്. അപ്പം ഞാൻ വെച്ചു മപ്പാസ് പോലെ വെക്കാം എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഫിഷ് മോളി പോലെ വെക്കാം അങ്ങനെയൊക്കെ വിചാരിച്ച്. പിന്നെ വിചാരിച്ചു അല്ല എപ്പോഴും വെക്കുന്ന പോലെ മുളക് കറി പോലെ വെക്കാം. പിന്നെ ഞാൻ വെച്ചു രണ്ടും കൂടെ ചേർത്തൊരു രീതി തേങ്ങ അരച്ച് വെച്ചാലും, ഇപ്പം നമ്മുടെ മപ്പാസ് ആണെങ്കിൽ അതുപോലെ തന്നെ ഫിഷ് മോളിയൊക്കെ ആണെങ്കിലും തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. അപ്പം ഇവിടെ എന്തായാലും ഫ്രഷ് തേങ്ങ നമ്മൾ ഫ്രീസറിലൊക്കെ വെക്കുന്നുണ്ട്. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കഴിയുമ്പോൾ ഫ്രീസറിൽ വെക്കുന്നുണ്ട് അത്ര നല്ലതായിട്ട് പാലൊന്നും കിട്ടത്തില്ല. അല്ലെ പിന്നെ നമ്മൾ ഈ പൊടി ഉണ്ടല്ലോ, പാൽപ്പൊടി എന്ന് ഉദ്ദേശിച്ചത് തേങ്ങാപ്പാലിൻ്റെ പൊടിയായിട്ട് കിട്ടും. അത് വെള്ളത്തിൽ കലക്കി ഞാൻ അങ്ങനെ യൂസ് ചെയ്യായിരുന്നു. അപ്പം ഞാൻ വെച്ച് വേണ്ട അങ്ങനെയൊന്നും വെക്കണം, തേങ്ങ അരച്ചിട്ട് എന്താ ഒരു മുളക് പൊടി, സാധാരണ ഈ ഫിഷ് മോളിക്കൊക്കെ മുളക് പൊടിക്ക് ഒരു പച്ചമുളകും കുരുമുളകൊക്കെയാണ് നന്നായിട്ട് ഇടുന്നത്. അപ്പം ആ പടം കുറച്ച് മീനേ ഉള്ളൂ, രണ്ടും കൂടെ വെക്കാൻ വേണ്ടിയില്ല. അപ്പം ഞാൻ വെച്ച് തേങ്ങ അരച്ച് എങ്ങനെയെങ്കിലും ഒരു പുതിയല്ല എനിക്ക് എന്തൊക്കെ തോന്നുന്നു അത് വെച്ച് എനിക്ക് കറി വെക്കാമെന്ന്. അപ്പം ഇന്നത്തെ ഈവനിങ് വ്ളോഗിൽ ഞാൻ വെച്ച് നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനാണ് സാലഡ് കഴിക്കുക കേട്ടോ. ഈ സാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴെ വീണ് കുഴപ്പമില്ല, ഇച്ചിരി താഴെ വീണുള്ളൂ. സാലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പേരയ്ക്ക കയ്യിലുണ്ടായിരുന്നു, പേരയ്ക്ക ഇട്ടിട്ട്. പിന്നെ ആക്ച്വലി ഇത് കോൺ സാലഡാണ്. ഞാൻ എൻ്റെ ഓൾറെഡി റെസിപ്പി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വീണ്ടും റെസിപ്പീസ് ഒന്നും കാണിക്കാൻ. ചിക്കൻ വെച്ചതും ഞാൻ കാണിക്കുന്നത്, ഞാൻ ഓൾറെഡി പ്രിപ്പയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ എടുത്ത് കാണിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് കോൺ സാലഡ് ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതിനകത്ത് ഇവിടെ പേരയ്ക്കയും കൂടെ ആഡ് ചെയ്യുന്നില്ല. നമ്മുടെ സ്വീറ്റ് കോൺ പുഴുങ്ങിയിട്ട് അതിങ്ങനെ ഇങ്ങനെ ആക്കി എടുക്കുക, അതിലൊരു അല്ലിയായിട്ട് എടുക്കുക. പിന്നെ സാലഡ് കുക്കുംബർ, പിന്നെ തക്കാളി, അതുപോലെ തന്നെ സവാളയും തക്കാളി ഒരു ഇച്ചിരി മതി കേട്ടോ, ഒരുപാടായിരിക്കും അതിൻ്റെ ഫ്ലേവർ കുത്തൽ നിൽക്കും. ഞാൻ ചെറിയൊരു ഞാൻ ഇത്രയും സാധനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ഒരു ചെറിയ കുഞ്ഞുള്ളി ഇല്ലേ, അതിൻ്റെ എത്രയും വലിപ്പത്തിൽ സവാള എടുത്തിട്ടുള്ളൂ. ഒരു 4ആയിട്ട് കട്ട് ചെയ്യുന്നതിൻ്റെയും പകുതി ഇച്ചിരി എടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് ഞാൻ ആഡ് ചെയ്തത് പിന്നെ പേരയ്ക്ക ആഡ് ചെയ്തത്, അത് ഓപ്ഷണലാട്ടോ, പേരയ്ക്കൊന്നും വേണമെന്നൊന്നുമില്ല. പിന്നെ അതിൽ ഉപ്പും കുരുമുളകും ഇടുക, മിക്സ് ചെയ്യുക, അപ്പം തന്നെ കഴിക്കുക കേട്ടോ. വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇത് കൊള്ളൂല. അതിൽ നിന്ന് ജ്യൂസൊക്കെ ഇറങ്ങിയിട്ട് ജ്യൂസി ആയിട്ട് അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം. എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല, എനിക്ക് അങ്ങനെ എപ്പോഴേ കഴിക്കുന്ന ഇഷ്ടം. അപ്പം ഇതാണ് എൻ്റെ ഡിന്നർ. ഇപ്പം ഡിന്നർ കഴിഞ്ഞിട്ട് നാളത്തേക്കുള്ള മീൻ കറി വെക്കണം. പിന്നെ കുറച്ച് കൊഞ്ചിരിപ്പുണ്ട്, അതെന്തെങ്കിലും ക്ലീൻ ചെയ്യാതെ ഇവിടെ നമുക്ക് കൊഞ്ച് കിട്ടി. ഞാൻ എന്തെങ്കിലും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്നപ്പോൾ തന്നെ ക്ലീൻ ചെയ്ത് കുറേ സമയം എടുത്ത്. എന്നിട്ട് ക്ലീൻ ചെയ്തപ്പോഴേ ഫസ്റ്റ് ടൈം ഇങ്ങനെ ഫിഷ് ഒന്നൊക്കെ ഇവിടെ ക്ലീൻ ചെയ്ത് കിട്ടുന്നതുകൊണ്ട് എനിക്ക് വലിയ പിടിയില്ല ആക്ച്വലി ചെയ്യാൻ. അപ്പോൾ ഞാൻ കൊഞ്ച് ക്ലീൻ ചെയ്തപ്പോൾ കൊഞ്ചിനെ ക്ലീൻ ചെയ്യാനൊക്കെ അറിയാം, ഞാൻ ചെയ്തിട്ടില്ല. എനിക്കും ക്ലീൻ ചെയ്താൽ കിട്ടുന്നു. ഇപ്പോൾ ഈ വട്ടം തിരക്കായിരുന്നു, ക്രിസ്മസിൻ്റെ തിരക്കായതുകൊണ്ട് ഫിഷിൻ്റെ അടുത്ത് മീറ്റിൻ്റെ ഏരിയയിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. എല്ലായിടത്തും തിരക്കാണ്, പക്ഷെ പൊതുവെ ഇങ്ങനെയുള്ള ഏരിയയിൽ ഭയങ്കര ഞങ്ങൾ നെസ്റ്റോയിൽ നിന്നാണ് മേടിക്കുന്നത്, മിയാമാളിൽ. അവിടുത്തെ ഫിഷൊക്കെ നല്ലതാണ്. അപ്പോൾ അവിടുന്ന് മേടിച്ചപ്പോൾ അവർ ക്ലീൻ ചെയ്ത് തരില്ല, തിരക്കായെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ക്ലീൻ ചെയ്തപ്പം അതിൻ്റെ തലയുടെ ഭാഗത്തൊരു ഓറഞ്ച് കളറുണ്ട്. ഞാനത് ക്ലീൻ ചെയ്തപ്പോൾ എൻ്റെ കൈ ഫുള്ള് ഓറഞ്ച് കളറായി. വെറുതെ വാഷ് ചെയ്തിട്ട് പോയില്ല, പിന്നെ ഞാൻ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ചു, അങ്ങനെയാണ് പോയത്. ഞാൻ അത് വെച്ചിട്ട് എന്താ കളറാണ്, ഞാൻ ഇതുവരെ അങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് അറിയില്ല അങ്ങനെ വരുമെന്നുണ്ടോ, എനിക്കറിയില്ല. എന്തായാലും അത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് കറി വെക്കാം, നോക്കട്ടെ. ചിലപ്പോൾ ഞാൻ മറ്റേതും കൂടെ കറി വെക്കും. ഇന്ന് ചിലപ്പോൾ ലോങ് വീഡിയോ ആയിരിക്കും, കാരണം ഞാൻ കുറേ നാളായി നിങ്ങളോട് ഇങ്ങനെ കഥ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഒരുപാട് കഥ പറയാൻ തോന്നുന്നു. അപ്പം നമുക്കിത് കഴിച്ചിട്ട് നമുക്ക് വെളുത്ത ആവോലി കേട്ടോ. അപ്പം അതൊന്നുകൂടെ കറുത്തതിനേക്കാളും വെളുത്ത ആവോലിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് അത് കറി വെക്കാം. എങ്ങനെയാണ് ഞാൻ ഇതുവരെ വെക്കാത്തൊരു രീതി എൻ്റെ മനസ്സിൽ വന്നു ഇപ്പോൾ ഇവിടെ നിന്നപ്പോൾ. അത് അങ്ങനെ വെക്കാം. അങ്ങനെ വെക്കുന്നവരുണ്ടാവും, എനിക്ക് അറിയത്തില്ല അങ്ങനെ വെക്കുമെന്ന്. എന്തായാലും വെക്കുക. ഇതിൻ്റെ ടേസ്റ്റ് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും, ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ അതിനകത്ത് പറയാം. ഇപ്പോൾ ഞാൻ വെച്ച ഉടനെ ടേസ്റ്റ് ചെയ്യാൻ പറയില്ല സൂപ്പറാണോ അല്ലയോ എന്ന്. കാരണം ഞാൻ മീൻ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ടേസ്റ്റർ ഇവിടെ ഇല്ല. ടേസ്റ്റർ ഡ്യൂട്ടിക്ക് പോയേക്കുവേണ്ട. നാളെ ഏട്ടൻ വന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് വേണം അത് നല്ലതാണോ എന്ന് പറയുന്നത്. എന്തായാലും നാളെ വൈകിട്ടത്തോടെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തോളാം. അപ്പോഴത്തേക്ക് എന്തായാലും നല്ലതാണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും. അപ്പം ഞാൻ പറയാം കേട്ടോ.
ഇത് അടിപൊളി കറിയാണ് വലിയാണ്. ഇത് കഴിച്ചിട്ട് നമുക്ക് നേരെ കുക്കിംഗ് പോവാം. എന്നിട്ട് റൂം ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം ഞാൻ മടി പിടിച്ച് കട്ടിലേക്ക് കിടക്കുകയൊക്കെ ചുമ്മാ കിടക്കുമായിരുന്നു. പിന്നെ വീട് ഫുള്ളൊന്ന് തൂത്ത് വരണം, വേസ്റ്റ് കൊണ്ട് കളയണം, പിന്നെ കിടന്നുറങ്ങണം. അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷെ രാവിലത്തേക്കൊന്നും വെച്ചിട്ടില്ല. അപ്പം എന്തെങ്കിലും രാവിലത്തേക്ക് എന്തെങ്കിലും കൂടെ ആക്കിയിട്ട് നമുക്ക് കിടക്കാം. നിങ്ങൾ ആരെങ്കിലും ഇതുപോലത്തെ കുക്കിംഗ് റേഞ്ചിൻ്റെ ഈ ഭാഗം, സാധാരണ ഈ ഭാഗം ഓവനും ഗ്രില്ലും ഒക്കെ ആട്ടോ. ഞാൻ യൂസ് ചെയ്യും ഓവനും ഗ്രില്ലുമായിട്ട്. യൂസ് ചെയ്യാത്ത സമയത്ത് ഇതിനകത്തിൽ ഞാൻ വെക്കുന്നതാണ്. ഒന്ന് നമ്മുടെ ടിഷ്യൂ പേപ്പർ, പിന്നെ ഇതെന്ത് വരുന്നില്ല പേര്, കുക്ക് ചെയ്യുമ്പോൾ മേത്തിടുന്ന പേര് പറഞ്ഞു സംഭവം, പിന്നെന്താ നമ്മുടെ അലൂമിനിയം ഫോയിൽ, ഇതൊക്കെ ഇതിനകത്ത് കയറ്റി വെക്കും. പിന്നെ നമ്മൾ ഗ്രില്ല് ചെയ്യാനോ അല്ലെങ്കിൽ ഓവനൊക്കെ യൂസ് ചെയ്യാൻ എന്നൊന്നും ഇല്ലല്ലോ. ഓവനൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ ഇതൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒന്നാമത് നമ്മുടെ കിച്ചൺ വളരെ ചെറുതാണ്. അപ്പം നമുക്ക് ഇതൊരു ഉപകാരം, ഒരു അലമാര പോലെ ആയിക്കോളും. ഇതിൻ്റെ പേരെന്താ വരുന്നത്, നമ്മൾ ഈ സാധനത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഞാൻ എപ്പോഴും പറയുന്നത് ഇതെൻ്റെ ഭയങ്കര പഴയതായി. അപ്പം ഇത് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ മേടിച്ചു തന്നാൽ ഇതിലൊരുപാട് അഴുക്ക് പിടിച്ചു. എനിക്ക് വേറെ മേടിക്കണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. വായിലിരിപ്പുണ്ട്. ചില സമയത്ത് അങ്ങനെയാണ്, നമുക്ക് പറയേണ്ട സമയത്തിൻ്റെ പേര് വരത്തില്ല. അപ്പം നമുക്ക് കുക്ക് ചെയ്യാം. സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കാണും, കാരണം ഇവിടെ എല്ലാവരും ക്രിസ്മസ് സെലിബ്രേഷനാണ്. എനിക്ക് ക്രിസ്മസിനൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ എല്ലാവരും ഭയങ്കരമായിട്ട് നോയ്സൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ആണ്, അത് ഇഗ്നോർ ചെയ്തേക്കെ. അപ്പോൾ നമുക്ക് മീൻകറിയാണ്. എനിക്ക് ആപ്പാടെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക കേട്ടോ. ഞാൻ മീൻ നന്നായിട്ട് ഇത് രണ്ടായിട്ട് മുറിച്ച മീനായിട്ട്, ഇത് ഫ്രൈ ചെയ്യാനും നല്ല മീനാണ്, ഫിഷ് മോളി അങ്ങനെ വെക്കാൻ നല്ലതാ, കറി വെക്കാൻ നല്ല, എല്ലാത്തിനും ആവോലി നല്ലതാണ്. അപ്പം മാങ്ങ വരണം. എനിക്ക് നല്ല പച്ചമാങ്ങ കിട്ടി. ഇത് കട്ട് ചെയ്യുമ്പോൾ അറിയാം ഇത് പച്ചയാണോ പഴുത്തയാണോ, കാരണം ഇങ്ങനെ ഇരിക്കും, തോക്കുമ്പോൾ നല്ല ഒരു മഞ്ഞിപ്പും ഉണ്ടാവും. അത് നല്ല മധുരം, അത് കൊള്ളൂല. അപ്പം മാങ്ങ ഇട്ട് തേങ്ങ അരച്ച് നോർമലി വെക്കണമെന്ന് എനിക്കിപ്പോൾ ഒരു ഡൗട്ട്. അല്ലാതെ തക്കാളി ഇട്ട് ഐ എം കൺഫ്യൂസ്ഡ്. തക്കാളി തേങ്ങ അരച്ച കറിക്ക് തക്കാളി ഇടുമോ? എനിക്കിങ്ങനെ പരീക്ഷിക്കാനൊക്കെ തോന്നും. പാവം കെട്ടി ഞാനിത് കഴിക്കുന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ടേസ്റ്റ് നോക്കിയിട്ട് കൊള്ളാവോന്ന് എനിക്ക് ഇപ്പം പരീക്ഷണമാണെങ്കിലും ടേസ്റ്റ് നോക്കി കഴിയുമ്പോൾ എനിക്കറിയാം ഇതും കൂടെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും. ഇതിപ്പോൾ ഞാൻ അങ്ങ് വെക്കുക, എനിക്കറിയില്ലേ നല്ലതാണോ അതോ നോർമലി. എനിക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ. ചിലപ്പോൾ ഉണ്ടാക്കി വരുന്ന സാധാരണ ഒരു കറി തന്നെ ആയി മാറും. എനിക്ക് എന്തായാലും കുട്ടിത്തക്കാളി കേട്ടോ ഉള്ളത്, വലുത് ഇരിപ്പുണ്ട്. ഇപ്പം ഞാൻ കുട്ടിത്തക്കാളി എടുത്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ എനിക്ക് തക്കാളി ഇട്ട് വെക്കാൻ തോന്നി. മാങ്ങ കണ്ടപ്പോൾ മാങ്ങ അരച്ച് മാങ്ങയും തേങ്ങയും കൂടെ അരച്ച് അങ്ങനെ വെക്കാൻ തോന്നി. നമുക്ക് എല്ലാം കൂടെ ഇട്ട് എന്തെങ്കിലും നോക്കാം. മിക്കവാറും എല്ലാം ഇടും, ചിലപ്പോൾ ഇടത്തുമില്ല. നോർമൽ തേങ്ങ അരച്ച കറിയായിരിക്കും. നോക്കട്ടെ. അപ്പം എന്തായാലും ഞാൻ നമ്മുടെ മീനെല്ലാം നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പണ്ട് എനിക്ക് മീനെ തൊടാൻ ഭയങ്കര ഇഷ്ടക്കേടായിരുന്നു. ഇപ്പം കുഴപ്പമില്ല, തൊട്ടുതൊട്ടെല്ലാം സെറ്റായി. കഴിക്കാൻ മാത്രമുള്ള ഇഷ്ടക്കേടുള്ളൂ. എനിക്കത് മാറ്റണമെന്നുണ്ട് കേട്ടോ. കഴിച്ചു തുടങ്ങണം എന്നുണ്ട് മീന്. എന്നുവെച്ചാൽ എനിക്ക് മീൻ കഴിക്കാത്തതിൻ്റെ എല്ലാ കുറവുകളും എൻ്റെ ശരീരത്തുണ്ട്. അതനുസരിച്ചുള്ള ഞാൻ വെജ് കഴിക്കുന്നുമില്ല. അപ്പം അതുകൊണ്ട് എനിക്ക് മീനൊക്കെ കഴിക്കണമെന്നുണ്ട്. ഇപ്പം തൊടുന്നതിന് കുഴപ്പമൊന്നുമില്ല, സ്മെല്ലൊന്നും വലിയ കുഴപ്പമില്ല. ഞാൻ നന്നായിട്ട് എൻ്റെ ഉളുമ്പ് വാടയുണ്ടല്ലോ, അത് പോകാൻ വേണ്ടി നല്ല വിനാഗിരിയും ഉപ്പും ഇട്ട് നന്നൊരു 3-4 വട്ടം വാഷ് ചെയ്തിട്ട് മീൻ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. മീൻ എപ്പോഴും വെള്ളത്തിൽ തന്നെ ഇടുക. നമ്മൾ എപ്പോഴാണോ കറിയിലോട്ട് ഇടുന്നത് ആ സമയം വരെ വെള്ളത്തിൽ തന്നെ ഇടുന്നതായിരിക്കും ബെറ്റർ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ കറി വെക്കുന്നത് നോക്കാം. ഇതുകൊണ്ട് ഇത്ര ആവോലിയുണ്ട്. ആക്ച്വലി 3-4 ആവോലിയുണ്ട്. നമുക്ക് അതിലേക്ക് പിന്നെ ആവശ്യമായിട്ടുള്ള മസാല പുരട്ടി എടുക്കാം. തൊണ്ട അടയ്ക്കുന്നു. കുരുമുളക് നമുക്ക് കൂടുതൽ ഇടാവേ. കുരുമുളക് ഇത്രത്തോളം ഒരു മുളക് പൊടിയെ, മഞ്ഞൾപ്പൊടിയല്ല മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം കൂടെ കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് പുരട്ടാം. ഇപ്പം നിങ്ങൾക്ക് ഇത് പുരട്ടുമ്പം വെള്ളം ആഡ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഞാൻ ഓയിൽ കുറച്ച് ഉപയോഗിക്കുന്നതുകൊണ്ട് ഓയിൽ ആഡ് ചെയ്യുന്നല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമല്ലോ ഓയിലൊക്കെ നിങ്ങൾ നോർമലി ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഓയിൽ ആഡ് ചെയ്യാം. ഇത് ഓയിലിൽ തന്നെ ശാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് എണ്ണയിൽ മുരിച്ചെടുക്കണ്ട, കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് പുരട്ടാം. എന്ത് വേണേലും ചെയ്യാം. ഇപ്പം ഞാനിതിൽ വെള്ളം ചാലിച്ചിട്ട്, ഇതിൽ വെള്ളമുണ്ട്, മീനിൻ്റെ വെള്ളമുണ്ട്. അപ്പം അത് ചാലിച്ച് അങ്ങ് പുരട്ടുക കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇതിന് വരെ ഓയിൽ ആഡ് ചെയ്യാം. പിന്നെന്താ, മീൻ വറക്കുമ്പോൾ ഓയിൽ ആഡ് ചെയ്യാം.
ഒയ്യോ താഴെ തെറിച്ചു ഇങ്ങനെ ഒന്ന് കഴുകിക്കോട്ടെ. ജസ്റ്റ് ഒന്ന് കോട്ടാവാനുള്ള മസാല അത്രേ ഉള്ളൂ. ആക്ച്വലി ഇതൊന്ന് വരഞ്ഞു കൊടുക്കണമായിരുന്നു. ഇറ്റ്സ് ഓക്കെ. നമ്മളിപ്പോൾ മസാല അങ്ങനെ ഓവറായിട്ട് എല്ലായിടത്തും അങ്ങനെ മസാല വെട്ടുന്നില്ല. ജസ്റ്റ് ഒരു കോട്ടിങ് അത്ര ഉദ്ദേശിക്കുന്നുള്ളേ. ഓവർ മസാലയും നല്ലതല്ല. ഇങ്ങനെ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇന്നലെ എന്നിട്ട് ഞങ്ങൾ കേക്ക് മേടിച്ചു കേട്ടോ, പ്ലം കേക്ക്. ഏട്ടന് ഭയങ്കരമായിട്ട് പ്ലം കേക്ക് കഴിക്കണം. അങ്ങനെ ഭയങ്കര ഡയറ്റൊന്നും തുടങ്ങിയിട്ടില്ല, എന്നാലും സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എന്നാലും ഞാൻ പണ്ടത്തേതിലും കണ്ടു നമുക്ക് പെട്ടെന്ന് അങ്ങ് ഒരു ദിവസമേ നമുക്കങ്ങ് പിടിച്ചങ്ങനെ നിർത്തുന്നതിൽ എനിക്ക് തോന്നിയിട്ടുള്ള പെതുക്കെ ഓരോന്ന് നിർത്തി പിന്നെ നല്ലൊരു ഡയറ്റിലേക്ക് പോകുന്നതാണ്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഓയിലൊക്കെ ആഡ് ചെയ്തിട്ട് തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. ഒട്ടും യൂസ് ചെയ്യാതൊന്നും ഇരിപ്പില്ല കേട്ടോ. ഒലിവ് ഓയിൽ യൂസ് ആക്കുന്നുണ്ട് ഇപ്പം. എന്നാലും ഒട്ടും നോ ഓയിൽ നോ ഷുഗർ ഒന്നും അല്ല. എല്ലാം കഴിച്ചുകൊണ്ടിട്ട് തന്നെ. ഒന്നുകൊണ്ട് ഷുഗറൊന്നും ഒത്തിരി ഞാൻ ഷുഗറൊക്കെ നിർത്തണം. പക്ഷെ നമുക്ക് പെട്ടെന്ന് നിർത്തുമ്പോൾ നമുക്കൊരു ഡിപ്രഷൻ പോലെ വരും. നമ്മൾ നന്നായിട്ട് ഫുഡ് നല്ല ടേസ്റ്റിൽ കഴിച്ചുകൊണ്ടിട്ട് പെട്ടെന്ന് നിർത്തുമ്പോൾ ഏട്ടനൊക്കെ അങ്ങനെയൊക്കെ പെട്ടെന്ന് വരും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് നിർത്തില്ല, കുറച്ചൊക്കെ പെതുക്കെ നിർത്തും. പിന്നെ ഇങ്ങനെ മസാല പുരട്ടുന്നുള്ളൂ കേട്ടോ. ഒരുപാട് എന്താ പറഞ്ഞത് കോട്ടിങ് ആയിട്ടൊന്നും പുരട്ടുന്നില്ല. വേണമെങ്കിൽ ഇതൊന്ന് വരഞ്ഞു കൊടുക്കാം, എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ടേ ആയിക്കോട്ടെ. നമുക്ക് പതുക്കെ മീനൊന്ന് അടുക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇടാവുള്ളൂ. ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇത് വറുത്ത് തുടങ്ങുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റും. ഇതവിടെ കിടന്നോട്ടെ. ഒരു ഹാഫ് വേവ് അത്രയേ ഉള്ളേ. അല്ലാതെ ഫുള്ള് നന്നായിട്ട് മുരിഞ്ഞ് അങ്ങനെയൊന്നും വരണമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കുക, അതിൽ നിന്ന് ആ ഒരു ഇതൊക്കെ ഒന്ന് ഇറങ്ങുക, അത്രേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പം ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് രണ്ട് സൈഡും ഒന്ന് മൂപ്പിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. എന്തായാലും ഇങ്ങനെ വെച്ച കറി അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി എന്തായാലും നോക്കാം കേട്ടോ. ഇത് തുറന്ന് കിടക്കട്ടെ. ജസ്റ്റ് വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കിട്ടട്ടെ, അത്രയും മതി. കാരണം ഓയിലില്ലല്ലോ. ഓയിലില്ലാതെ നമുക്ക് ഓവറായിട്ടൊന്നും മൊരിഞ്ഞ് കിട്ടത്തില്ല. നല്ല നെയ്മത്തിയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ നല്ലപോലെ മുരിഞ്ഞ് കിട്ടും. ചിലർക്ക് നല്ല നെയ്യ് കാണുമേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ സ്റ്റേജിൽ ഒലീവ് ഓയിലോ കോക്കനട്ട് ഓയിലോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് ഇപ്പം ഈ വെള്ളം കിടക്കുന്നതിൻ്റെ അത്രയും അല്ല, അതിൽ കുറച്ചായാലും മതി. ഓയിൽ ആഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും. എത്രക്കായാലും ഓയിൽ ചെല്ലുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് എന്തായാലും ഇതിന് വരത്തില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ. അത് വേറെ കാര്യം. പിന്നെ ടേസ്റ്റ് ഒന്നും ഒരു വിഷയം അല്ലാത്തവരുണ്ട് ചിലർ, എങ്ങനെ കൊടുത്താലും കഴിക്കും. അങ്ങനെയുള്ളവർക്കും ഇത് പ്രശ്നം വരത്തില്ല. ഓയിലിൽ ചെയ്യുന്നവർ ഓയിലിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. വെള്ളം വറ്റട്ടെ. കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ. അയ്യോ, എണ്ണ കുറച്ച് കട്ടി, തണുപ്പ് തുടങ്ങിയപ്പോഴേ കുറച്ച് ഒരു 10 കുഞ്ഞുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് ഇത്ര എടുത്തിട്ടുണ്ട്. അതിൽ ഇഞ്ചിയും പച്ചമുളകും ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാവേ. എരിവുള്ള പച്ചമുളകാണ്. ഇത് പരീക്ഷണം ആയതുകൊണ്ട് എനിക്ക് തന്നെ അറിയില്ല എങ്ങനെ വരുമെന്ന്. എന്തായാലും മീൻ അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് രണ്ട് സൈഡും ഒരു 50 to 60% വെന്താൽ മതി. ഇത് അത്യാവശ്യം നന്നായിട്ട് ഞാൻ അടച്ചു വെച്ചിട്ടേ ഞാൻ എൻ്റെ പാട് നോക്കി പോയപ്പം എനിക്ക് പണി കിട്ടി. നന്നായിട്ടത് വെന്തിട്ടുണ്ട്. ഇനി അതുകൊണ്ട് നമുക്ക് ഒത്തിരി നേരം ഇത് നമുക്ക് ഇട്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല മീൻ കറിക്കകത്ത്. നാളത്തേക്കുള്ള കറി വേണ്ട അത് കിടന്ന് പിടിക്കുമായിരിക്കും. ഓക്കെ, അപ്പോൾ ദേ ജസ്റ്റ് ഒന്നിട്ട് ഒന്ന് ഇളക്കി ഇനി കുഞ്ഞുള്ളി ആഡ് ചെയ്യാം. മീനകത്ത് ഉപ്പിട്ടിട്ടുണ്ടല്ലോ, സോ അരപ്പിന് മാത്രമുള്ള ഉപ്പ് മതി. അപ്പം കുറച്ച് ഇപ്പം ഒന്ന് ഇട്ടേക്കുവാണ്. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഞാൻ ഇടുന്നില്ല കേട്ടോ. ലേശം മല്ലിപ്പൊടി,
ഇത്രയും കൂടെ മുളക് പൊടി വേണം. മിക്സിയിലോട്ട് നമുക്കിത് അരച്ചെടുക്കണ്ടേ. അപ്പോൾ ഇത് ചൂടോടുകൂടി എടുക്കുക. ഇപ്പം തന്നെ സമയം 10 മണി കഴിഞ്ഞു രാത്രിയിൽ. പച്ചമുളകിൻ്റെ ഫ്ലേവർ അത്രയും വേണ്ടാത്തതുകൊണ്ട് ഞാൻ എന്തായാലും അരക്കണ്ട. പച്ചമുളക് ഒരെണ്ണം അവിടെ കിടന്നോട്ടെ. തൂത്തുവാരി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചൊക്കെ അവിടെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഈ കുഞ്ഞിക്കൈ 2 പിടി തേങ്ങ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ അതേ പാത്രത്തിലോട്ട് ഒഴിക്കുക. ഞാൻ കടുകൊന്നും പൊട്ടിക്കുന്നില്ലേ. കടുകൊക്കെ വേണേൽ പൊട്ടിക്കാൻ, വീണ്ടും ഞാൻ പൊട്ടിക്കുന്നില്ലേ. അതിനകത്തിലേക്ക് ഈ ജാറിനകത്തിലോട്ട് ഞാൻ ലേശം തേങ്ങ, 1-ാം പാല്, സോറി 2-ാം പാലോ 3-ാം പാലിൻ്റെ കട്ടിയിലേ ഉള്ളേ. ഒരുപാട് ഞാൻ ചേർക്കുന്നില്ല. തേങ്ങാപ്പാൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യുവാണേ. ജസ്റ്റ് ഈ പാത്രം ഒന്ന് കഴുകി അതിൻ്റെ ഇട്ട് ഒഴിക്കുക. ഞാനിവിടെ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഇതിനകത്തിലോട്ട് തന്നെ ഒഴിച്ചിട്ട് ഇതിന് ചിലവർക്കൊന്നും ഇഷ്ടപ്പെടില്ല. ഇതേ ഒരു കുടംപൊടി ഞാൻ സോക്കൊന്നും ചെയ്തില്ല, ജസ്റ്റ് കഴുകി ഒരെണ്ണം ഇടുക. ഈ സമയത്ത് ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണേ. ഉപ്പ് തീരെ കുറവാണ്. ഇങ്ങനെ മസാല ടേസ്റ്റ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അധികം വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല. ഈ സൈസിനൊരു ചെറിയ തക്കാളി, ഇതേ കുഞ്ഞ് 4ആയിട്ട് കീറിയിട്ട് അങ്ങനെ ഇടുക കേട്ടോ. അതും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും തിളച്ചോട്ടെ. ഫ്രഷ് കറിവേപ്പില, അതിൻ്റെ ഫ്ലേവർ ഇല്ലാതെ എന്ത് കളിയല്ലേ. അതെ ഉലുവാപ്പൊടി ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നത് ഇത്ര ഒരു പിഞ്ചോളം ഞാൻ ലേശം ഇതിനകത്തിലേക്ക് ഡയറക്റ്റ് ഇപ്പോഴേ ആഡ് ചെയ്യുക കേട്ടോ. ഇതിൻ്റെ അരപ്പിന് തന്നെ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തായിട്ട് ഇങ്ങനെ കിടക്കുന്ന അടുക്കളയൊക്കെ എപ്പോഴും ക്ലീനാണ്, അത് നോക്കണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു അരപ്പിന് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മപ്പാസോ അല്ലെങ്കിൽ ഫിഷ് മോളിയോ അല്ലെങ്കിൽ സാധാരണ മീൻകറിയുടെ ഒന്നും ടേസ്റ്റ് അറിയത്തില്ലാത്തതുകൊണ്ട് ഇത് എന്ത് ടേസ്റ്റ് ആണെന്നൊന്നും എനിക്ക് അറിയാൻ വേണ്ട. അതുകൊണ്ട് ഞാൻ ഇവിടെ കഴിച്ചു നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതിനകത്തിലേക്ക് ഞാൻ മീന് ആക്ച്വലി ഇത് നന്നായിട്ട് വെന്തിരിക്കുക, ഇനി ഉടഞ്ഞു പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ലാസ്റ്റ് സ്റ്റേജിൽ മീൻ വെച്ചിട്ട് ഞാൻ നാളെ ഉച്ചയ്ക്ക് ഇത് യൂസ് ആകത്തുള്ളൂ. അപ്പം ഇതപ്പോഴത്തേക്ക് നല്ലതായിട്ട് ഫ്ലേവർ ഇറങ്ങി ഇരിക്കും കേട്ടോ. എന്തായാലും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മീൻ അതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കറിയുടെ ടേസ്റ്റ് പറയാം, കറി നല്ല കറിയായിരുന്നു കേട്ടോ. ഒരു ഉണക്കമീൻ കറിയുടെയൊക്കെ ചെറുതായിട്ടൊരു ഫ്ലേവർ പോലെയൊക്കെ തോന്നും. നല്ല കറിയായിരുന്നു, ചോറിൻ്റെ കൂടെ അടിപൊളിയാട്ടോ. എന്തായാലും വെച്ചതിൻ്റെ പിറ്റേ ദിവസം കഴിക്കുന്നതായിരിക്കും ബെറ്റർ. ഇത് അടച്ച് വെക്കുന്നില്ല. അടച്ച് വെക്കുമ്പോൾ ഒന്നും കൂടെ മീനെ വെന്തുടഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ അടച്ച് വെക്കുന്നില്ല, ജസ്റ്റ് തുറന്ന് വെച്ചിട്ട് അതൊക്കെ ഒന്ന് പിടിച്ചോട്ടെ. ഞാൻ ഇത് ഓഫ് ചെയ്യാം. ഓൾറെഡി മീനൊക്കെ വെന്തതല്ലേ, അരപ്പും ഓൾറെഡി വെന്തു. ഞാനിത് ഓഫ് ചെയ്യും അടച്ചു വെച്ചിട്ട്. ഇത് ഓഫ് ചെയ്തു. ഇത് ഇരുന്ന് പറ്റും. ലേശം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് എണ്ണ മുകളിൽ വയ്ക്കാം, ഞാൻ ഇടുന്നില്ലേ. അപ്പം ഞങ്ങളുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. അധികം ഓയിലെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഉള്ളി വഴറ്റിയ ആ ഓയിൽ മാത്രമേ ഉള്ളൂ, ബാക്കി ഓയിൽ ഒന്നുമില്ല. വേണേ വഴറ്റാതെ ഡയറക്റ്റ് നമുക്കെല്ലാം കൂടെ അരച്ച് വെക്കാം. പിന്നെ തേങ്ങ അരച്ചത്, അപ്പം തേങ്ങക്കകത്ത് എന്തായാലും ഉണ്ടല്ലോ ഓയിൽ. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. പിന്നെ എല്ലാം ക്ലീനിങ് കഴിയണം, വേസ്റ്റ് കൊണ്ട് കളയണം, കിച്ചണിൻ്റെ ക്ലീനിങ് വേസ്റ്റ് കൊണ്ട് കളയണം, അതൊക്കെ ഉള്ളൂ കേട്ടോ. ഇപ്പം വേണമെങ്കിൽ ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കി വെക്കുകയാണ്, രാവിലെ എന്തെങ്കിലും വേണം. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വെച്ചു. ചിലപ്പോൾ ഞാൻ റോള് പോലെ ആയിരിക്കും, ചപ്പാത്തിക്കകത്ത് കുറച്ച് വെജീസ് വെച്ചിട്ടുള്ള റോള്, ചിലപ്പോൾ അതായിരിക്കും ഉണ്ടാക്കുന്നത്. എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കിടക്കണം. അപ്പോൾ അതൊക്കെയുള്ളൂ. അല്ലെങ്കിൽ ഉപ്പുമാവായിരിക്കും, ചിലപ്പോൾ ഉപ്പുമാവായിരിക്കും. എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കിടക്കണം. ടയേർഡായി, ആക്ച്വലി ഇന്ന് ഞാൻ ടയേർഡായി.
അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം. അതുവരേക്കും ബൈ.